അതിന് അനുമതി വശംവദൻ ആയില്ല. അപ്പോഴാണ് പാർവതി കിരാതി പറഞ്ഞത്, അർജുന നിർത്തിക്കോ, എന്റെ പ്രയോഗം നിർത്താ പറഞ്ഞാൽ കിട്ടാനില്ലേ? ആർക്കും എന്തും ചെയ്യാന്നുള്ളൊരു കാലായി തീർന്നിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അർജുന നീ നിർത്തിക്കോ, നീ യുദ്ധം നിർത്താൻ ഭാവമില്ലെങ്കിൽ എന്റെ അവനായിട്ട് ശരങ്ങള് പുഷ്പങ്ങളായിട്ട് തീരട്ടെ. ദേവിയുടെ അനുഗ്രഹ ഒരു വാക്ക ശാപം. അർജുന അതിനെ അത്ര കാര്യമായിട്ട് കണക്കാക്കിയില്ല. കാരണം അഗ്നിഭഗവാൻ സന്തോഷിച്ച് തന്നിട്ടുള്ളതാണ് അമ്പതിനായിരമുള്ള അവനാഴികൾ. ആ അവനാഴിയുടെ ശരങ്ങളിൽ ഇല്ലാതെയുള്ള കാരണം ഒരു കാട്ടാളത്തിൽ, കേവലം ഒരു കാട്ടാളത്തിയുടെ കരിനാവ് കൊണ്ട് അങ്ങനെ സംഭവിക്കില്ല എന്ന് വിചാരിച്ച് അവനാഴിയുടെ ശരണിക്കാനായിട്ട് കഴിയുന്നു. നോക്കി ഇടത്തെ അവനാഴിയുടെ ശരണം, രണ്ടാവനാഴികളിലും ശരങ്ങളില്ല. പിന്നെ പുഷ്പങ്ങളാണ്, പൂക്കളാണ്. എന്റെ കരിനാവ് കുറെ തേമാണല്ലോ. എവിടെയുള്ള അവിടെ കാണാനില്ല. ചതിച്ചു ദേവി അവിടെ ഓടി, കിരാതി അവിടെ ഓടി ദേവിയെ കാണാൻ. എനിക്ക് എന്തിന് ശരം? ശരത്തിന്റെ ആവശ്യമില്ല. ദ്രോണാചാര്യരുടെ ശിഷ്യൻ, മധ്യമ പാണ്ഡവൻ, അങ്ങനെയുള്ള ആൾക്ക് ഈ നിസ്സാരനായിരിക്കുന്ന കാട്ടാളനെ ജയിക്കാൻ ഈ പുഷ്പങ്ങൾ ധാരാളമാണ് എന്ന് കണക്കാക്കി അവനായിരുന്നു പുഷ്പങ്ങൾ എടുക്കുക. തെരുതെരെ തെരുതെരെ തുരുതുരെ ഇങ്ങനെ പ്രയോഗം ചെയ്ത് വയ്യല്ലോ. ഇത് രണ്ടു കൂടി നടക്കുന്നതല്ല. ഇങ്ങനെ ഒരു മഹാപാപം ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കുമോ? ഇതെന്തൊരു വഴി? എനിക്ക് ഈ പുഷ്പങ്ങൾ അഭിനയിക്കാൻ പ്രയോഗം തുടങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് ദേവി ഒന്ന് നോക്കി, കിരാതി ഒന്ന് നോക്കിയപ്പോൾ കിരാതമൂർത്തി അവിടെ കാണാനില്ല. പുഷ്പങ്ങളെ കൊണ്ട് അവിടെ പൂക്കളെ കൊണ്ട് മൂടിയിരിക്കുന്നു. അപ്പോഴും അത് അർജുന, അർജുന ഈ യുദ്ധം മതിയാക്കിയില്ലേ? യുദ്ധം മതിയാക്ക. ഇടികാട്ടാളത് കരിനാവ് വരുത്തി എനിക്ക് ഈ പൂക്കളെ കൊണ്ട് വലിയ ജയിക്കാൻ പറ്റും, ഞാൻ ശ്വാസം മുട്ടിച്ച് വലിയ കൊല്ലും എന്ന് പറഞ്ഞപ്പോ അർജുന ഈ യുദ്ധം മതിയാക്ക്. അർജുനൻ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്ന് തോന്നിയപ്പോ ദേവി ഒരു ശാപം കൂടിയില്ല. അർജുന എന്റെ അവനാഴിയുടെ പുഷ്പങ്ങളും ഇല്ലാതെ പോട്ടെ ശപിച്ചു. കരിനാവ് കൊലിക്കേ കഴിയുള്ളൂ, രണ്ടാമത് ഖലിച്ചോളന്നില്ല. അവിടെ കരിനാവാണത് ഖലിക്കാനിരിച്ച അവനാഴിയിലേക്ക് കൈയിട്ടു. വലത്തെ അവനാഴിയിലേക്ക് കൈയിട്ട് നോക്കിയപ്പോഴോ പൂവില്ല. അവനാഴിയിലേക്ക് കൈ പൂവില്ല എന്നല്ല കേട്ടോ, പിന്നെ അവനാഴിയില് പൂക്കളില്ല. ഞാനതല്ല വിചാരിച്ചത്. അർജുനൻ അവനാഴിയിലേക്ക് കൈയിട്ടു, പൂവില്ല എന്ന് പറഞ്ഞപ്പോ കൈ അവനാഴിയിലേക്ക് കടക്കില്ല. അതല്ല, അവനാഴി ശൂന്യങ്ങളാ. ഇടത്തുവതെ വലത്തുവതെ രണ്ടും ശൂന്യങ്ങളാവി കഴിക്കണപ്പോ ശരങ്ങളില്ലാണ്ടായി, പൂക്കളും ഇല്ലാണ്ടായി. ഇനി എന്താ വേണ്ടതെന്ന് അർജുനൻ ക്ഷണനേരം ആലോചിച്ചു. ഇനി ഞാനെന്റെ ആവശ്യമില്ല എന്ന് കണക്കാക്കി ആ ഗാന്ധിവം ധനുസിന്റെ ഞാൻ ഒരു ഭാഗത്തെ ഞാന കട്ടഴിച്ച് ആ പാർത്തിമല ചുറ്റിയിട്ട് കയ്യിൽ പിടിച്ച് ഓട്ടി കിട്ടി ചെന്ന് കിരാതമൂർത്തിയുടെ ശിരസിലേക്ക് ഒരട്ടി. കിരാതമൂർത്തിയല്ലേ രസായിട്ട് അർജുനോട് പൊരുതി കൊണ്ട് നിൽക്കുക. അപ്പോഴാണ് പെട്ടെന്ന് പുഷ്പങ്ങളായി. കുറച്ച് കഴിഞ്ഞ പുഷ്പങ്ങളും ഇല്ലാണ്ടായി. ഇതെന്ത് കഥ? അർജുനൻ ഇവിടെ നിർത്തുമോ? യുദ്ധം ഇവിടെ അവസാനിപ്പിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കിരാതമൂർത്തിക്ക്. പക്ഷെ അർജുനൻ വിരാഗ്രനായിരിക്കുന്ന അർജുനൻ ആ വില്ലോണ്ട് അറ്റക്കിട്ട് തുടങ്ങിയപ്പോ കിരാതമൂർത്തിക്ക് സന്തോഷമായി. അർജുന നീയാണ് വീരാഗ്രേസരൻ, എന്നാൽ ഞാനും അതുപോലെ ആവണം എന്ന് കണക്കാക്കി അദ്ദേഹത്തിന്റെ കിരാതമൂർത്തിയുടെ പിനാകം ധനുസ്, അർജുനന്റെ ഗാണ്ഡിവം ധനുസ്, കിരാതമൂർത്തിയുടെ പിനാകം ധനുസ്
പിന്നാകം വില്ലുകൊണ്ട് അർജുനനെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടാളും വില്ലുകളെ കൊണ്ട് വില്ലുകൊണ്ടുള്ള ചുമലിൽ കൊണ്ടുണ്ട്, ചിലത് തലയ്ക്കാണ് കൊള്ളുന്നത്. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ കിരാതമൂർത്തിയുടെ കിഞ്ചിൽ കിരാതമൂർത്തിയുടെ അടികളായ കോണം കുറഞ്ഞൊന്ന് ചുമക്കാതെ ലേശം. അപ്പൊ ദേവി പൂക്കളും ഇല്ലാതെ എന്ന് പോട്ടെ ശപിച്ചു. ദേവി ഇത്രയും കഴിഞ്ഞു. ഓ, അവർക്ക് പോയി. ആരും എഴുതുന്ന ഇവിടെ മാത്രമല്ലോ, അത് അവിടെ നിർത്തും എന്ന് കണക്കാക്കി ദേവി പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ശബ്ദം കേൾക്കട്ടെ, യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ലേ. ദേവി ഓടി വന്ന് നോക്കിയപ്പോഴോ രണ്ടാളും കിരാതമൂർത്തിയെ അർജുനനുടെ വില്ലുകൊണ്ടുള്ള പരസ്പരം അട്ടി കണ്ടപ്പോ അയ്യോ കാര്യം അനർത്ഥായിരുന്നല്ലോ. ഓടി വന്നു അർജുനന്റെ അടുത്തേക്ക് ഓടി വന്നു എന്ന് മാത്രമല്ല, അപ്പൊ കിരാതമൂർത്തിയുടെ മുൻഭാഗത്താണല്ലോ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കിയപ്പോ ആ മൂന്നാതിർക്കണ്ണ് ലേശം ഒന്ന് ചുമന്നതായിട്ടുണ്ട്. ദേവിക്ക് മനസ്സിലായില്ല. അയ്യോ ഭഗവാന്റെ ശ്രീപരമേശ്വരന്റെ തൃക്കണ്ണ് ചുമക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലുതായിരിക്കുന്ന ഒരു ആപത്ത് അടുത്ത ആസന്നമായിട്ടുണ്ട്. അർജുനനോടൊന്ന് പറയട്ടെ, അർജുനനെ ഇനിയും നിർത്താനല്ലോ ഭാവം. അർജുന ആവോ പെരുന്നാവും കൊണ്ട് ആദ്യം വന്നു പോയിക്കോ. എന്നോടാ പറയണത്. ചേട്ടെ പിന്നെ അർജുന ഞാൻ പോവാം, പക്ഷെ നീ യുദ്ധം മതിയാക്ക്, ഈ യുദ്ധം അവസാനിപ്പിക്ക്. ഇടി കാലത്ത് ഞാൻ യുദ്ധം അവസാനിപ്പിക്കാം. അങ്ങനെ നിർത്തില്ല, അങ്ങനെ ഞാൻ നിർത്തില്ല. ഈ കാട്ടാളനെ ഞാൻ തല്ലി കഥ കഴിച്ചിട്ടേ, അവന്റെ തല തല്ലി പൊളിച്ചിട്ടേ ഞാൻ യുദ്ധം അവസാനിപ്പിക്കുള്ളൂ. അർജുന അത് തന്നെ കൊണ്ട് പറ്റില്ലേ അർജുന. ഈ കാട്ടാളത്തിൽ ഞങ്ങൾ സഹായം വേണ്ട. ഈ മര്യാദയ്ക്ക് വിളിച്ചപ്പോൾ ഒരു പറ്റെങ്കിൽ ദേവി അവിടുന്ന് മാറി. ആ ഭഗവാനോട് പറയാം, കിരാതമൂർത്തിയോട് പറയാം എന്ന് ചോദിച്ചു. കിരാതമൂർത്തിയുടെ പിൻഭാഗത്തായിരിക്കുമല്ലോ അവിടെ വന്നത് തന്നെ ദേവി. അതെ അതെ നോക്കൂ, പേര് വിളിക്കില്ലല്ലോ. കാലം ഇതല്ല, ആ കാലത്തൊന്നും ഭർത്താവിൻ്റെ പേര് വിളിക്കില്ല. അതെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ശബ്ദം വിളിച്ചു കഴിഞ്ഞാൽ പേര് വിളിക്കാൻ അർഹതയില്ലാത്ത ആളുകളാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പാപം തട്ടി കൊല്ലാനാണോ ഇവിടെ വന്നിരിക്കുന്നത്? അവന് വരി കൊടുക്കാൻ വന്നതല്ലേ? മതി നിർത്തൂ, മതി. പാർവതി വലിയാതെ കൊടുക്കോളൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഈ പല്ലില്ലാത്ത വേഷം കിട്ടി വന്നിട്ടല്ലേ അർജുനന് മനസ്സിലാവുക ചെയ്യണ്ടായത്. നിർത്തൂ. നിർത്താൻ ഭാവില്ല. ആദ്യം അർജുനനെ കിട്ടി. അർജുന അർജുന വന്നോ പിന്നെ നീ? അർജുന നീ എന്താ യുദ്ധം വിചാരിക്കാത്തത്? ഇത് കഴിച്ചുകൂടാണെന്ന് പറയുന്നില്ലല്ലോ. എന്താ അവിടെ ചെയ്യുന്നത്? അർജുനാണ് ഈ യുദ്ധം മര്യാദക്കില്ലേ? മര്യാദക്കിച്ചാൽ ഞാൻ അങ്ങനെ അടിക്കുവോ? അല്ല അർജുനാണ് ഈ യുദ്ധം മര്യാദ മതിയാക്കാം. ഇനി കാലത്തെ ഞാൻ യുദ്ധം മതിയാക്കാം. അങ്ങനെ അവസാനിപ്പിക്കില്ല. ഞാൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവന്റെ ഈ ശിവനിന്ദ ചെയ്ത ഈ മഹാഭാവി ഉണ്ടല്ലോ, ഈ കാട്ടാളന്റെ കഥ കഴിയണം. എന്നാലേ ഞാൻ എന്റെ യുദ്ധം അവസാനിപ്പിക്കുള്ളൂ.
അർജുന അർജുന എന്നെ കൊണ്ട് പറ്റില്ല. അർജുന ഇത് അങ്ങനെ ഇങ്ങനെ ഒരു കാട്ടാളനല്ല, ഒരു സാധാരണ കാട്ടാളനല്ല അർജുന. അതെനിക്ക് മനസ്സിലായി. ഇത് സാധാരണ കാട്ടാളനല്ല. ലോകനായകനായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരനെ നിന്ദിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഏട്ടയെ കൊണ്ടേ പറ്റുള്ളൂ. ഇവൻ സാധാരണക്കാരനല്ല. പോയിക്കോവാൻ അല്ല അർജുന. ഈ യുദ്ധം മര്യാദക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ മര്യാദക്ക് ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നു കിട്ടും. അത് കേൾക്കാമോ? അപ്പൊ അവിടുന്ന് പോയി കിരാതമൂർത്തിയുടെ അടുത്തെത്തി. കിരാതമൂർത്തിയോട് പറഞ്ഞു, നോക്കി അദ്ദേഹം യുദ്ധം അവസാനം. എന്തിനാ ഈ തരത്തിൽ നിൽക്കണം? അല്ല എന്ത് ചെയ്താൽ യുദ്ധം മര്യാദക്കില്ല. കുറച്ച് കഴിയുമ്പോൾ അർജുനന്റെ അടുത്ത് വന്നിട്ട്, അർജുന ഇത് സാധാരണ കാട്ടാളനല്ല അർജുന, നീ സേവിക്കണ ഈശ്വരനാണ്, ഈശ്വരനാണെന്ന് വിചാരിക്കുക അർജുന. ഈ ദുർമാർഗത്തിന്റെ കാട്ടാളനെ ഈശ്വരനെ പോലെ കണക്കാക്കിയ കാട്ടാളനെ നീ വേണമെങ്കിൽ ദേഹത്തിനെ ഈശ്വരനെ പോലെ കണക്കാക്കിക്കോ. നീ മാത്രമല്ല, സ്ത്രീകൾ ഓരോരുത്തരും അങ്ങനെ വിചാരിക്കേണ്ടത്. അവനന്റെ ഭർത്താവിനെ ഈശ്വരനെ പോലെ കണക്കാക്കണമെന്നാ പറയുക. അത്രയ്ക്കൊന്നും വിചാരിക്കണ്ടാവുമോ? ഭർത്താക്കന്മാരെ അത്രയ്ക്കൊന്നും ഈശ്വരനെ പോലെ ഒന്നും കണക്കാക്കണ്ട. എന്നെ ഒരു മനുഷ്യനെ പോലെ എൻ്റെ ഭാര്യ കണക്കാക്കിയാൽ മതിയായിരുന്നേന്ന് വിചാരിക്കണം. എത്ര ഭർത്താക്കന്മാരുണ്ടെന്നാണ് ഇരിക്കണത്. അത് വേണമെങ്കിൽ നീ വിചാരിച്ചോ, ഈ ശിവവിദ്യ ചെയ്ത ഈ കാട്ടാളക്കുഴിയെ, ഈ ദുർമാർഗത്തിനെ ഞാൻ ഈശ്വരനാണെന്നൊന്നും ഇരിക്കില്ല അർജുന. ഇത് ഈശ്വരനാണ്. ഉപനിഷദുപഗൂഢം രുദ്രമുദ്ഘോഷയന്തി പാണ്ഡവാനാം മധ്യമം പരിഹരതി. ഉപനിഷദുപഗൂഢനായിരിക്കുന്ന രുദ്രനെ ഉദ്ഘോഷയന്തിയായിട്ട് പാണ്ഡവന്മാരുടെ മധ്യമനെ പരിഹരിക്കാൻ, സമാധാനിക്കാൻ, യുദ്ധം മതിയാക്കാനായിട്ട് അവിടെ പറഞ്ഞു നോക്കാം. അങ്ങേ കുറച്ച് പോയിട്ട് ഒന്നുകൂടി പറഞ്ഞു നോക്കുക. നിരീക്ഷപ്പെടും അല്ലേ? പിൻഭാഗത്തെത്തി ആരാണെന്ന് മനസ്സിലായില്ലേ? ഇത് വേറെ ആരുമല്ല, അങ്ങേ സേവിക്കണം അർജുനനാണ്. അവനെ തല്ലി കൊല്ലണോ വിടുവന്നത്? ഇത് കാണാൻ ഞാൻ പിന്നാലെ പോകുന്നതില്ലല്ലോ. ഞാൻ പുറക്ക് വിളിച്ചു പറയട്ടോ ഇല്ല ആളാണെന്നുള്ളത്. ഇത് അർജുനൻ. പാണ്ഡവാനാം മധ്യമം ഉദ്ഘോഷയന്തി രുദ്രം പരിഹരതി. കിരാതമൂർത്തിയുടെ അടുത്ത് നിന്ന് ഇത് മധ്യമ പാണ്ഡവനാണ്, അങ്ങേ സേവിക്കുന്ന അർജുനനാണ്, യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് കിരാതമൂർത്തിയോട് പറയും. കിരാതമൂർത്തി അനുകൂലനാവില്ല. കിരാതമൂർത്തി അനുകൂലനാവാതെ കണ്ട് അയാൾ അർജുനന്റെ അടുത്ത് വരും. അർജുനനോട് പറയും, ഇത് ഈ സേവിക്കുന്ന ഈശ്വരനാണ്, ഈ യുദ്ധം അവസാനിപ്പിക്കുക. എന്ത് പറഞ്ഞാലും രണ്ടാളും യുദ്ധം അവസാനിപ്പിക്കുന്ന മറ്റൊരു സാരം നേരം വീഴുന്നു. കിരാത് എന്ത് ചെയ്തു? ഭഗവാന്റെ തിരുമുഖത്തൊക്കെ ഒന്നും കൂടി നോക്കി. ഇപ്പൊ ചുമപ്പ് എത്രയോ ആയിട്ടുണ്ട്. ആ സമയത്ത് അർജുനൻ ചാട്ടി ചെന്ന് കിരാതമൂർത്തിയുടെ ശിരസിലേക്ക് ഒരട്ടി. ആ അടി ഒട്ടും പിഴയ്ക്കാണ്ട് ആരക്കാ കിട്ടിയത്? ഗംഗാദേവിക്ക, ഗംഗാ ഭഗവതിക്ക. അത് പാർവതി. അങ്ങനെ നന്നായി. ഇത് കുറച്ച് കാലായി ഇവിടെ തലേ കയറി കൂടിയിട്ട് അവിടെ രണ്ട് കൊടുക്കാൻ ഈ അർജുനനെ പറ്റുള്ളൂ. അർജുനൻ യുദ്ധം അവസാനിപ്പിക്കുമോ? അവള് കൊള്ളട്ടെ, അവള് കൊള്ളട്ടെ. അർജുന അർജുന ആദ്യ കരിതാവും കൊണ്ടുവന്നു. നീ അതിനല്ല അർജുന വന്നത്. എൻ്റെ അർജുന ഞാനോ? ഈ കാട്ടാളെ ഞാൻ തല്ലി കൊല്ലുന്നത് അവൾക്ക് ബുദ്ധി. അപ്പൊ അവൾക്ക് ആരെങ്കിലും ഒരാൾ വേണം. അങ്ങനെയല്ല ചില സ്ത്രീകൾ ഒന്നും കൂടാതെ കൊണ്ട് കഴിയാത്തവരുണ്ട്. അപ്പം പറഞ്ഞ് മറ്റവനെ അവരവരുടെ ആക്കി തീർക്കണ ചില സ്ത്രീകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇത് അതിനെ പെട്ടതാണോ അല്ലേ? അർജുന നീ മര്യാദ കണ്ടോ? നീ കൊടുക്കാവണേ.
കിരാതി എന്ന് പറഞ്ഞാൽ ആരാ? പരാശക്തിയാണ്. ആ പരാശക്തിയാണ് അർജുനനെ ഉത്സാഹിപ്പിക്കുന്നത്. അർജുനന്റെ ക്ഷീണം ഇല്ലാതെയുണ്ടായി. അർജുനൻ ക്ഷീണം ഇല്ലാതെയുണ്ടായപ്പോ അടിക്ക് ശക്തി കൂടി. അടിക്ക് ശക്തി കൂടിയപ്പോ അത് ഗംഗാ ഭഗവതിക്ക് തന്നെയാ ആ പ്രഹരങ്ങൾ കിട്ടണത്. ഗംഗാ ഭഗവതി ആ തലയിൽ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റുമോ? മറ്റുള്ളവർ കാണിച്ചാൽ പിന്നെ ഇറങ്ങി എവിടേക്കെങ്കിലും ഓടാം. അത് നിർത്തിയിട്ടത് കഴിയുന്നത് വരെ പടയിൽ ഇരിക്കണം, കഴിഞ്ഞാലും പോവാൻ തോന്നിയില്ല. അപ്പൊ ആ ശിരസിനെ അടി കൊണ്ടങ്ങനെ പൊളയ ഇതിന് ശരിക്കുണ്ടായിട്ട് കിരാതിക്ക് ആ സമയത്തോ സന്തോഷം വർദ്ധിക്കുക. അർജുന അപ്പൊ അർജുനനെ അടിച്ചത് കിരാതമൂർത്തിയുടെ ചുമലില്ല കൊണ്ടത്. അർജുന അദ്ദേഹത്തെ ജയിക്കണമെന്നൊക്കെ തലയിൽ കൊടുക്കണം. ചുമലിലോ അവിടെ ഇവിടെ അടിച്ചിട്ട് കാര്യമില്ല. അവിടെ 8-10 ഒന്നിച്ചു കൊടുക്കും. 8-10 ഒന്നിച്ചോ. അങ്ങനെ അർജുനനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കിരാതിയുടെ വശായി അർജുനനോ ഓജസ് ശക്തി കൂടി 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 വീണ വരിക. അർജുനന്റെ ശക്തി കൂടുന്തോറും അടിക്ക് ബലം കൂടുന്നു. അടിക്ക് ബലം കൂടുന്തോറും ദേവിക്ക് ഗംഗാ ഭഗവതിക്ക് വേദന സഹിക്കുകയാതെ ഉണ്ടാവുന്നു. കുറച്ചു നേരം എടുക്കഴിയോ? കുറച്ചു നേരം എടുക്കോ? അവിടെ എന്താണ്ടായത്? ആ സമയത്ത് ഗംഗാ ഭഗവതി അച്ഛനെ കൊണ്ടിട്ടില്ല. അവിടെ കിടന്ന വേദിശീലൊക്കെ പൊളയ ഒരിക്കലും നോക്കിയപ്പോഴാ അമ്പടി അവളവിടെ കിടന്നത് ഉള്ളി ചാടുന്ന ചാട്ടേ. ഞാൻ ഇവിടെ കിടന്നത് എണ്ണുമണി ഭവിക്കുക. അവളവിടെ കിടന്നത് ഉള്ളി ചാടുക. അർജുനന്റെ അടിയേക്കാൾ ശക്തി തോന്നിയത് ഏതിനാ? ക്ലേശം തോന്നിയത് ആ പാർവതി അവിടെ കണ്ട് രസിക്കുന്നത് കണ്ടപ്പോ സപത്നി മത്സരം. മറ്റോട് രസിക്കാതെ വന്നാൽ ഏതൊരു സ്ത്രീക്കും ഇഷ്ടമല്ലാതെ ഉള്ളതാ. അപ്പൊ എന്തിനായി ചന്ദ്രശേഖരൻ താടിതനായി അർജുനൻ കിരാതമൂർത്തിയുടെ ശിരസില് വില്ലുകൊണ്ട് അച്ഛനെ കൊണ്ട് അത് ഗംഗാദേവിക്കാന്ന് ഗംഗാഭഗവതി അവിടെ കിടന്ന് പ്രവേശിക്കണു. ഈ പാർവതിയുടെ സന്തോഷം കൊണ്ടപ്പോൾ സഹിക്കുകയാതെ ഉണ്ടായി. എന്നാൽ എൻ്റെ തുള്ളിച്ചാട്ടം കൂടെ അവസാനിപ്പിക്കാം. ഞാൻ ഇവിടെ കിടന്ന് ദേവിക്കുക, നീ എവിടെ കിടന്ന് രസിക്കുകയല്ലേ കാട്ടിത്തരാം. ഒരിക്കൽ അതിനെ സാധിച്ചെന്ന് കിരാതമൂർത്തിയുടെ ശിരസിൽ അടിക്കാൻ ഒരടി അതിനോട് കൂട്ടിയിട്ട് ഗംഗാഭഗവതി എന്ത് കണക്കാക്കി ആ ഫലത്തില് ജാഹ്നവിയാൽ ശരാസനം അപഹൃതമായി അർജുനന്റെ കയ്യിൽ നിന്ന് ആ വീട് തട്ടി കുറച്ചിട്ട് മേടിച്ച് ആകാശം പൊങ്കാ ജലപ്രവാഹത്തില് അവിടെ രാജ്യം മുഖി അവിടെ നടത്തി അർജുനനോ ചാടിച്ചെന്ന് അടിക്കാനായത്. അടിച്ചപ്പോ അർജുനന്റെ കയ്യിൽ നിന്ന് ആരോ ഇനി തട്ടി കുറച്ചു എന്നുള്ളത് അർജുനന് തോന്നുന്നുണ്ട്. ആരെയവന്റെ തലയില് ഇവന്റെ തലയിൽ ആരെയും ഏൽപ്പിച്ചിട്ടുണ്ടോ? ആളെ കാണാനില്ല. അർജുനൻ യുദ്ധം ചെയ്യാൻ ഇനിയെന്താ വേണ്ടതെന്ന് സാരം നേരം ആലോചിച്ചു എന്ന് സംശയം. അപ്പൊ തന്നെ അർജുനന് തോന്നി ഇനി ഇവിടെ നോക്കി നിന്നാൽ കാതാളൻ എന്നെ പ്രഹരിക്കാനുണ്ടാവുക. ഇനി എന്താ വേണ്ടത്? പിന്നെ ഒട്ടും സംശയം ഉണ്ടായില്ല. ഇരുമ്പൊലയ്ക്ക് പോലെയാണ് എൻ്റെ കൈകളുണ്ട്. ആ കൈകളെ അടിച്ച് ഇടിച്ച് ഇവനെ താഴത്ത് മറിച്ചിട്ട് അവന്റെ മാറ് ഇടിച്ച് കാലിലേക്ക് അവന്റെ കഥ അങ്ങനെ കഴിക്കാം എന്ന് നിശ്ചയിച്ച് ആ അർജുനൻ മുട്ടി ചുരുട്ടി കിരാതമൂർത്തിയുടെ തിരുമാരുടെ കിരാതമൂർത്തിയെ യഥായിട്ട്
അർജുനനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അർജുനന്റെ കയ്യിൽ നിന്ന് അവിലും പോയി. യുദ്ധം അവസാനിക്കും. ഞാൻ എത്ര രസമായിട്ടാണ് അവിടെ യുദ്ധം ചെയ്തേക്കുന്നത്. അവൻ അവസാനിക്കും എന്ന് സംശയിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഓടിക്കിട്ട് വന്നിട്ട് ഒരു ഇട്ടിട്ട് എന്തൊരു സുഖം ഭക്തന്റെ ആ ഓരോ ഇട്ടികളെ കൊള്ളുമ്പോഴും വിരാതമൂർത്തിക്ക് സന്തോഷം വർദ്ധിക്കുക ചെയ്തത്. പിന്നെ അതാണ്ടായത് അർജുനൻ മുഷ്ടിയുദ്ധം തുടങ്ങിയപ്പോൾ കിരാതമൂർത്തി അദ്ദേഹത്തിന്റെ കിരാതം ധരിച്ച് അതിലതാണെന്ന് ചോദിച്ചു. ഒരുപോലെ ആവണം കിരാതമൂർത്തി അർജുനനെ കഴിഞ്ഞ് തിരുമ്പിട്ട് ശരിയെ മൂളി തോന്നി അർജുനൻ. എന്നാലും അർജുനൻ നിർത്തലായില്ല. പിന്നെ അർജുനൻ അതേപോലെ അടിക്കാൻ തുടങ്ങി. ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവരെങ്ങനെയായിരുന്നു? വ്യാധരാജ സുരരാജകുമാരന്മാർ. വ്യാധരാജനും സുരരാജകുമാരനും. വ്യാധരാജൻ എന്ന് പറഞ്ഞാലോ കാട്ടാളമൂർത്തി. എന്നാണോ ത്രൈലോക്യനാഥനായിരിക്കുന്ന ശ്രീപരമേശ്വരൻ ഒരു കാട്ടാള രൂപം സ്വീകരിച്ചത്, അന്ന് മുതൽക്ക് കാട്ടാള രാജാവ് വേറെ ആരുമല്ല, ആ ശ്രീപരമേശ്വരൻ തന്നെ. ആ ശ്രീപരമേശ്വരനും സുരരാജകുമാരൻ, സുരരാജൻ ദേവേന്ദ്രൻ, ദേവേന്ദ്രപുത്രനായിരിക്കുന്ന അർജുനൻ. അർജുനന് വിഭാഗനം കൂടിയിട്ട് യുദ്ധം. അവരെങ്ങനെയായിരുന്നു ആ സമയത്ത്? ഗാഠമുട്ടി തലജാനു നിപാതധ്വാന പൂരിത ദിഗന്ധനി കുഞ്ജോ. ഗാഠമുട്ടി തലജാനു നിപാതധ്വാന പൂരിത ദിഗന്ധനി കുഞ്ജന്മാരായിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ഗാഠങ്ങളായിരിക്കുന്ന മുഷ്ടിതല ജാനുനിപാതങ്ങളുടെ ധ്വാനങ്ങളെ കൊണ്ട് പൂരിതങ്ങളായിരിക്കുന്ന ദിഗന്ധങ്ങളാകുന്ന നികുഞ്ജങ്ങളോട് കൂടിയിട്ടുള്ളവർ. ദിഗ്ഭാഗങ്ങൾ ശബ്ദായമാനമായിരുന്നു. നല്ല ശരീരമുണ്ടോ കാണിക്കാൻ? ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി തീർക്കുന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴല്ലേ അറിഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ഇത് കൂടാതെ കണ്ടിരിക്കാൻ പറ്റുണ്ടായിരുന്നത്. ഇത് തിടക്കത്ത് തന്നെ ആലോചിക്കണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കോലാഹലത്തിൻ്റെ പേരല്ല ഈ തരം കാര്യങ്ങൾ വേണ്ടത്. ശാന്തമായിരിക്കുന്ന അന്തരീക്ഷത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. മനസ്സമാധാനം ചെയ്യാതെ കൊണ്ട് ആരെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമോ? എന്താ തോന്നുന്നത്? ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ എനിക്ക് അങ്ങനെ കൈ വെച്ച് എത്ര നേരം പഠിക്കും? പറ്റില്ല. അപ്പൊ മനസ്സിന് സമാധാനത്തോടു കൂടിയിട്ടിരിക്കുമ്പോഴാണ് ഈ തരം പ്രവൃത്തികൾ പ്രവർത്തിക്കാനായാലും വിരോധമില്ല, ശ്രദ്ധിക്കാനായാലും വിരോധമില്ല. അപ്പോഴേ സാധ്യമുള്ളൂ. അല്ലാണ്ട് അപ്പോഴോ ഇത് നാല് പുറത്തുനിന്നും ഈ തരം കോലാഹലം തന്നെയാണ് കേൾക്കുന്നത്. ആ ദിഗന്ധങ്ങളാകുന്ന വള്ളിക്കെട്ടുകൾ ശബ്ദായമാനമായി ഈ രസം. അതെന്താ കാരണം? ഗാഠങ്ങളായിരിക്കുന്ന മുട്ടികൾ, അതേപോലെ തലം എന്ന് പറഞ്ഞാൽ ഉള്ളവയ്ക്ക്, അതേപോലെ ജ്ഞാനൂടെയുള്ള പ്രയോഗമുണ്ടോ? സന്തോഷമായിരിക്കും. ജ്ഞാനൂൻ്റെ പ്രയോഗം താൻ വിചാരിക്കണ ജ്ഞാനമില്ല കേട്ടോ. ആ ജ്ഞാനോട് കൂടിയിട്ടുള്ള പ്രയോഗാചാര്യസൊക്കെ. പക്ഷെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതാ മുട്ട. ആ മുട്ട വെച്ചിട്ടുള്ള പൂത്ത ചിലപ്പോ ഉള്ളൊന്നും കാട്ടി, ചിലപ്പോ മുഷ്ടി ചുരുട്ടി പിടിച്ച ഇട്ടി. ആ ശബ്ദങ്ങളെ കൊണ്ട് വിഭാഗങ്ങൾ മുഴുവൻ ശബ്ദായമാനങ്ങളാക്കി തീർത്തിട്ടാണ് അർജുനന് കിരാതമൂർത്തിയും പരസ്പരം മുഷ്ടിയുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ
ഇതെന്ത് കഥ? കിരാതമൂർത്തിക്ക് ഒരു രസമുണ്ട്. എന്തായാലും ഈ കിട്ടിയ അവസരം വെറുതെ കളയണ്ട എന്ന് കിരാതമൂർത്തി കണക്കാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് അവസാനിപ്പിക്കാം. ഇത് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കിരാതമൂർത്തി ഒരാളെന്നെ വിചാരിക്കണം. അർജുനൻ വിചാരിച്ചാൽ യുദ്ധം അവസാനിക്കില്ല. ഇപ്പം കിരാതമൂർത്തിക്ക് തോന്നി നിന്നൊക്കെ ഇതിങ്ങനെ പറഞ്ഞാൽ അവസാനിക്കാതേക്കുള്ളതാണ്. അപ്പോഴാണ് അർജുനൻ കഞ്ഞി തിരുമ്പിയിട്ട് കിരാതമൂർത്തിയുടെ കവിൾത്തളത്തിലേക്ക് ഒരൊറ്റപ്പെട്ട അട്ടിക്കിട്ട് കൊണ്ടു. എന്തൊരു സുഖം! ഭക്തന്റെ അടിക്കിനെ കൊണ്ടുപോയി സുഖ കിരാതമൂർത്തിക്ക്. യുദ്ധം മര്യാദക്കാരായിട്ടില്ല. ഒരു രണ്ടടിയും കൂടി കൊള്ളണം. രണ്ടടിയും കൂടിയും കൊണ്ടതിൻ്റെ ശേഷം വേണം യുദ്ധം അവസാനിപ്പിക്കാൻ എന്ന് വിചാരിച്ച അടിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് അവരെ മുട്ടി ചുരുട്ടിയിട്ട് ഒരു ഇടിയ മാറത്തേക്ക് ആ ഇടി. ഇതെന്ത് കഥാ? അതിനാ അടിയേക്കാൾ ശക്തിയുണ്ടല്ലോ എന്റെ ഇടിക്ക്. എന്നാൽ രണ്ടടി 4 ഇടി എനിക്ക് കൊള്ളണം. അത് കൊള്ളാനായിട്ട് കാത്തു നിൽക്കുക. അങ്ങനെ ഭക്തന്റെ ആ ശക്തികൾ അറിഞ്ഞ് ആസ്വദിച്ച് ആ ഭഗവാൻ കിരാതമൂർത്തി പിന്നെയും കുറേ നേരം കൂടി യുദ്ധം ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കിരാതമൂർത്തി എന്നെ തോന്നി അവസാനിപ്പിക്കാം. ഈ കാത്തു നിൽക്കുന്നതല്ല, അവസാനിപ്പിക്കാറായി എന്ന് കണക്കാക്കി അർജുനൻ ഒരിക്കൽ കിരാതമൂർത്തിയെ ഇടിച്ച് പിന്നാക്കങ്ങോട്ട് മാറുമ്പോൾ കിരാതമൂർത്തി എന്ത് ചെയ്തു? ആ അർജുനനെ കൈകിട്ട് ആ കൈ തിരുമ്പി കിരാതമൂർത്തിയുടെ കൈകളെ ആ വലത്തെ കൈകളോട് ഒരൊറ്റ ഇടിയ ആ ഇടിയെ കൊണ്ടതോട് കൂടിയിട്ട് അർജുനൻ അവശനാവല് കഴിഞ്ഞു. ശ്രദ്ധിച്ച് മനസ്സിൽ തിരിച്ചതാ. ഇതോടുകൂടിയിട്ട് അവന് എന്തെങ്കിലും പറ്റണം എന്ന് കണക്കാക്കി യുദ്ധം അവസാനിപ്പിക്കണം എന്ന് കണക്കാക്കിയുള്ള കിട്ടിയ ഭഗവാൻ മനസ്സിരുത്തി എന്തെങ്കിലും പ്രയോഗിച്ചാൽ അതോടുകൂടി കഴിഞ്ഞുട്ടോ. അതിനുള്ള ഇടവരുത്തരുത്. തൊഴുതട്ടൊന്നും പിന്നെ കാര്യമില്ല. അദ്ദേഹത്തിനെ ദണ്ഡിപ്പിക്കാതെ കണ്ടിരിക്കുക, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ക്ലേശം അനുഭവിപ്പിക്കാതെ കണ്ടിരിക്കുക. എന്താ അവിടെ വേണ്ടത്? അവരുടെ അടുത്തേക്ക് ഇപ്പം അറിഞ്ഞു വീഴും എന്നൊക്കെ തോന്നിയപ്പോൾ കിരാതമൂർത്തി എന്ത് ചെയ്തു? ചാട്ടിച്ചെന്ന് അർജുനന്റെ 2 കൈ പിടിക്കും. കയ്യിലെ കട്ടുകൊണ്ട് പിടിച്ചു. ആ കയ്യിലെ കട്ടുകൊണ്ട് പിടിച്ച് അലോകമനായിരിക്കുന്ന ആ അർജുനനെ കിരാതമൂർത്തിയുടെ തിരുമാരണത്തിലേക്ക് അർജുനൻ വിസ്തൃതമായിരിക്കുന്ന ആവീടനം ചെയ്യപ്പെട്ടവനായി ആ അർജുനൻ ഭൂമിയിലേക്ക് മറന്ന് വീഴുന്നവന് തോന്നിയപ്പോൾ കിരാതമൂർത്തി അർജുനന്റെ 2 കൈകൾ പിടിച്ചു. 2 കൈകളെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? എങ്ങനെയാ ആ കിരാതമൂർത്തിയുടെ കയ്യെ ആ ബാഹുക്കള് കിരാതമൂർത്തിയുടെ 2 കൈകളും ഒരു കൈയല്ല 2 അഭിവൃദ്ധങ്ങളായിരിക്കുന്ന താരങ്ങൾ പോലെ കഠിനങ്ങളും സ്ഥൂലങ്ങളും ആയതങ്ങളുമായിട്ടുള്ള
കരിമ്പന പോലെ തടിച്ചുരുണ്ട് നീണ്ട അതിബലിഷ്ഠങ്ങളായിരിക്കുന്ന ഇരുകൈകള് ആ ഇരുകൈകളെ കൊണ്ട് പിടിച്ച് ആ കിരാതമൂർത്തിയുടെ കരിമ്പാറപ്പുറം പോലെയുള്ള മാറത്തൊക്കെ ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ടോ ആ ഭക്തോത്തമനായിരിക്കുന്ന അർജുനനെ കിരാതമൂർത്തിയുടെ കരിമ്പന പോലെയുള്ള ഇരു കൈകളെ കൊണ്ട് കരിമ്പാറപ്പുറം പോലെയുള്ള മാറത്തൊക്കെ ചേർത്ത് വെച്ച് അവിടെ മാർത്ത് വെച്ചിട്ട് ഞെരിച്ചു. അതോടുകൂടിയിട്ട് അർജുനൻ്റെ ഉള്ളു കരങ്ങൽ കഴിഞ്ഞു. ഇത്ര കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ചെയ്തത്? ആ കിരാതമൂർത്തി അർജുനനെ എന്ത് ചെയ്തു എന്നാണ് കേൾക്കേ. തലയ്ക്ക് മീതെ ഒരു 5-6 ചുറ്റിച്ച് വളരെ തലയ്ക്ക് പോയിട്ട് അർജുനന്റെ കഥ ഒരു ദിവസം അവിടെ കഴിഞ്ഞു. അർജുനൻ വളരെ അകലെയായിട്ട് വെട്ടിയിട്ട മരം പോലെ ചട്ടപ്പട്ടേ ബോധമില്ല, കയ്യും കാലും അനക്കാൻ പറ്റില്ല, കണ്ണ് മെഴിക്കാൻ പറ്റില്ല. എന്നിട്ടോ അവയവങ്ങൾ മുഴുവൻ നിസ്ത്രസ്തങ്ങളാവല് കഴിഞ്ഞു. സന്ധിബന്ധങ്ങൾ മുഴുവൻ ഏറ്റു. ശരീരം അരുക്കുരുക്കാവുക എന്ന് പറയുന്നതിൽ അതുപോലെ ചുരുങ്ങും ആർദ്രന്റെ ആ സമയത്തെ അവസ്ഥ. പിന്നെ അഭിമാനം മുഴുവൻ പോയി. എപ്പോഴാ അഭിമാനം ഉണ്ടാവുക? ശരീരത്തിന് ശക്തിയുള്ളപ്പോൾ, ഓജസ്സുള്ളപ്പോഴേ അഭിമാനമുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല, പരാശ്രയം കൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നാൽ പിന്നെ അഭിമാനമില്ല. അതെ, എന്നെ ഒന്ന് അവിടേക്ക് കൊണ്ടുപോവോ? അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്കൊന്ന് പോയി കാണണമെന്നുണ്ടോ? ഒന്ന് കൊണ്ടുപോവോ? പരാശ്രയം വന്നാൽ പിന്നെ വല്ല അഭിമാനം ഉണ്ടോ? അഭിമാനമൊക്കെ ഓജസ്സുള്ള സമയത്തേ ഉള്ളൂ. അർജുനൻ്റെ ഓജസ് മുഴുവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അഭിമാനങ്ങളില്ലാതെ ഉണ്ടായി. പിന്നെയോ മോഹശങ്കാരം ഇരു കണ്ണുകളും അടഞ്ഞു. ചോര അങ്ങനെ ഛർദ്ദിച്ച് കണ്ണടച്ച് വളരെ അകലെയായിട്ട് അർജുനൻ അവിടെ വരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചു നേരം നിശ്ചേഷ്ടനായിട്ട് ബോധരഹിതനായിട്ട് മോഹാത്സ്യമായിട്ട് അവിടെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുനന് ലേശം ഒരു ബോധം ഉണ്ടായിട്ടാണ് അർജുനൻ ആലോചിച്ചത്. ഞാൻ ഭഗവാനെ തപസ് ചെയ്യാൻ വന്നതാണ്, അദ്ദേഹത്തിനെ പ്രസാദിപ്പിക്കാൻ വന്നതാണ്. ഞാൻ എനിക്കിപ്പോൾ എന്താ പറ്റിയത്? അതവിടെ വിചാരിച്ചതോട് കൂടിയിട്ടോ ഇങ്ങനെ പറയാൻ നോക്കി. പോലെ ഒരു മാംസപിണ്ഡം പോലെ ആയി തീർന്നുവല്ലോ ഞാൻ. കിന്നുകനുമായി നാനുകൂലോ ഭഗവാൻ വ്യോമകേശനായിരിക്കുന്ന ഭഗവാൻ ചന്ദ്രകലാധരൻ പാർവതീയം
കാര്യം ഇങ്ങനെയാണോ? ഏതോ ഒരു കഥാളക്കൂട്ടം വന്ന് അടിച്ചിടിച്ച് മൃതപ്രായനാക്കി തീർത്തിട്ടിരിക്കുമല്ലോ. ഭഗവാനെ ചന്ദ്രകലാധര ജഗന്നായക ഭക്തവത്സല പാർവതീരമാഹ ആദികവി ായിരിക്കുന്ന ഭക്തര് എന്നെ കാണാതെ ഉണ്ടാവുമ്പോ അന്വേഷിച്ചു വന്ന് എന്നോട് ചോദിക്കും, അർജുന പാശുപതം കിട്ടിയോ? എനിക്ക് കിട്ടിയ പാശുപതം ഇതാണ് ചേട്ടാ. ഏതൊരു കാട്ടാളക്കൂട്ടം അടിച്ചിടിച്ചതായി മട്ടിലാക്കി തീർത്തിട്ടിരിക്കുന്നു. എന്നെനിക്ക് പറയുന്നതായിട്ടുള്ളൂ. മാത്രമല്ല ദുര്യോധനാദികള് ഇവിടെ എനിക്ക് ഈ തരത്തിലുള്ള വൈഷമ്യം പറ്റിയിട്ടുണ്ട്, അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോ പോലും ആശുപതം നന്നായി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോ ഞാൻ അവരുടെ മുമ്പിൽ എന്ത് ചെയ്യും? മനുഷ്യർക്ക് അവമാനം അനുഭവിച്ച് ജീവിക്കുന്നതിൽ നല്ല എത്ര വേഗമിടമില്ല. പ്രത്യേകിച്ചോ ക്ഷത്രിയനായിരിക്കുന്ന എനിക്ക് വിശേഷിച്ച് അവമാനം അനുഭവിച്ച് ജീവിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരമായിട്ടുള്ളത് ശ്രേയസ്സായിട്ടുള്ളത് മരണാണോ? ഞാൻ ഇനി മരിക്കാണോ ഭേദം? ചന്ദ്രകലാധര പാർവതീകാന്ത ജഗന്നായക ആർത്തപ്രാണപരായണ നിങ്ങൾക്ക് സാധിക്കണേ. മുഗ്ധേന്ദുശേഖര ഭവന്തമഹന്തമസ്യൻ കേനാതിരുദ്ധനകുലേന പരാജിതോ ഭൂം മഹുത്തവേദമയശോ ഋഷോ നമസ്തേ ക്ഷുദ്രം പ്രതീതമയി യുദ്ധതലുപതൈ. അല്ലേ ചന്ദ്രകലാധരനായുള്ളവേ പാർവതീരമണനായുള്ളവേ ഞാൻ ഇവിടുത്തെ തപസ്സിൽ നിന്നുകൊണ്ടിരിക്കുന്നു. പ്രായനാക്കി തീർത്തിരിക്കുമല്ലോ. അവിടുത്തേക്ക് ഇങ്ങനെയുള്ള യേശുണ്ടാവരുത്. ആളുകൾ പറയും, എന്താ ഭാവം? എന്താ ഭാവം? ഞാൻ തപസ്സിന് പൊക്കില്ല. ആരെയാ തപസ് ചെയ്യുന്നത്? ഞാൻ ശ്രീപരമേശ്വരനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരംഭിക്കുന്നത്. അയ്യോ അത് ശരിയാണ്. ശ്രീപരമേശ്വരനെ പോലെ ഇത്രയും ദയയില്ലാത്തൊരു ഈശ്വരൻ ഇന്ന് ലോകത്തിലില്ല. കാരണം എന്താ? സ്പഷ്ടായി വ്യക്തമായുള്ള അർജുനൻ ഭഗവാനെ ശ്രീപരമേശ്വരനെ തപസ്സിലേക്കൊണ്ടിരിക്കുമ്പോ ഏതൊരു കാട്ടാളക്കൂട്ടം വന്നത് അമൃതപ്രായനാക്കി ആ കാട്ടിലിട്ടിട്ടുണ്ട്. അർജുനന് സിദ്ധി കൂടിയില്ല, എപ്പോഴാവശ്യമില്ല, ശ്വാസം വലിച്ച് അവിടെ കിടക്കുന്നുണ്ടായോ. എന്നിട്ടും ഭഗവാൻ സാധിച്ചിട്ടില്ല. ശ്രീപരമേശ്വരനെ പോലെ ഇത്രയും അറിയേണ്ട പൂരനായിരിക്കുന്ന ഈശ്വരൻ മുഖത്തിലില്ല എന്നുള്ള ഒരു അപവാദം മഹാഭൂരിത്തമേ കാരണമായിട്ട് ഇങ്ങനെ ഒരു ദേശത്തുണ്ടാവരുത്. അതുകൊണ്ട് അവിടുത്തെ സാധിച്ച് എനിക്ക് വരങ്ങൾ തരണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ ഭഗവാനെ
കുറിച്ച് ലഭിച്ചുകൊണ്ട് അർജുനൻ പിന്നെയും ഓരോന്ന് നമുക്ക് അറിയാൻ തുടങ്ങി. കുറച്ചു നേരം കേൾപ്പോ അർജുനൻ്റെ കൈ കുറേ കൈ ഇളക്കാറായപ്പോ അർജുനൻ എന്ത് ചെയ്തു? ആ വാക്കുകൾ പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ച് പക്ഷേ ഇതൊക്കെയാണ് കയ്യനക്കാരായിപ്പോ ഒരു മഹേശബിംബം. ഒരു ബിംബം ഉദ്ദേശിച്ചത് വേറൊന്നുമില്ല, ചതുർബാഹ ഒന്നുമല്ല, ശിവലിംഗം. ആ ശിവലിംഗം ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് അർജുനൻ ഉണ്ടാക്കിയത്? മൃത്തുകളെ കൊണ്ട്. മൃത്ത് എന്ന് പറഞ്ഞാലോ മണ്ണ് എന്നുള്ള അർത്ഥം മാത്രമല്ലാതെ ശുദ്ധമായിട്ടുള്ള മണ്ണ്. ശുദ്ധമായിട്ടുള്ള മണ്ണ് അങ്ങനെ അർജുനന് കിട്ടിയത്. ആ അർജുനന് കൈ നല്ലോണം അനക്കാറായില്ലോ. അടുത്ത് കിടക്കുന്ന മണ്ണ് മുഴുവൻ ചോര ഛർദ്ദിച്ച് അത് മലിനമായിട്ടുള്ള അശുദ്ധമായിട്ടുള്ള. അപ്പോൾ അകലയിലുള്ള മണ്ണിന് അശുദ്ധി ബാധിച്ചിട്ടില്ല, രക്തം കലർന്നിട്ടില്ല. ആ മണ്ണ് ശുദ്ധമായിട്ടുള്ള മണ്ണിനാണ് മൃത്ത്. ആ മണ്ണുകൊണ്ട് ഈ ശിവലിംഗം ഉണ്ടാക്കി. മണ്ണോടൊക്കെ ഉണ്ടാക്കിയാൽ അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവൂ, ഈശ്വര ചൈതന്യം ഉണ്ടാവൂ? ഉണ്ടാവും. അല്ലാതെ കണ്ട് വെറുതെ ഘോഷമായിട്ടൊരു കൂട്ടം കാട്ടിക്കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല. പഞ്ചലോഹം കൊണ്ട്, സ്വർണം കൊണ്ട്, പിന്നെ കനകം കൊണ്ട്, അതുകൊണ്ടൊക്കെയുള്ള പ്രതിമകൾ ശിവലിംഗവും എന്താ വെച്ചാൽ ഈശ്വര രൂപങ്ങളുണ്ടാക്കിയാൽ അവിടെ ചൈതന്യം ഉണ്ടായിക്കൊള്ളുകയാണ്. ഇവിടെ അർജുനൻ ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ശിവലിംഗത്തിന് എത്രമാത്രമാണ് ഈശ്വര സാന്നിധ്യം എന്നുള്ളതിന് കണക്കില്ല. എന്താ അവിടെ എന്താന്ന് പറയാൻ കാരണം? അർജുനൻ നിസ്തുല ഭക്തി ഭാരനായിട്ടാണ് അവിടെ ശിവലിംഗം ഉണ്ടാക്കിയത്. ഭഗവാനെ അവിടെ നമ്മൾ ആയിരിക്കണേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റണല്ലോ. എനിക്ക് ഈ മണ്ണോ തടുത്തു കൂട്ടിക്കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കാൻ ഈ മഹാഭാവിയായിട്ടുള്ള എനിക്ക് സാധ്യമായിട്ടുള്ളൂ. അവിടുന്ന് ഇവിടെ ഉണ്ടാവണേ, അവിടുത്തെ സാന്നിധ്യം എവിടെ ഉണ്ടാവണേ എന്ന് അതിഭക്തിയോട് കൂടിയിട്ടാവണേ. അപ്പൊ അവിടെ സാന്നിധ്യം ഉണ്ടാവാണ്ടിരിക്കുക. പിന്നെ മാത്രമല്ല നീ അർജുനന്റെ ആ സമയത്ത് മനസ്സ് എങ്ങനെയുള്ളതാ? രാഗദ്വേഷം അത് മോഹ മാത്സര്യാദികളായിരിക്കുന്ന ആ ദുർവിചാരങ്ങള്, ആ ചിന്തകൾ മനസ്സിന്റെ വീട്ട് നിർമ്മല ഭക്തി ഭാര നിർമ്മല ചിത്തവൃത്തി. ചിത്തവൃത്തി മനോവ്യാപാരം അത് വളരെ ഭക്തിയോട് കൂടിയിട്ടതായിരുന്നു. അല്ലാതെ വേണ്ട മറ്റ് വേറെ ഒരു ചിന്തയില്ല. ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് എന്താ സമ്പാദ്യം കിട്ടുകയെന്നോ, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള വേറെ നേട്ടങ്ങൾ ഉണ്ടാവുമെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുമെന്നോ ആ യാതൊരു ചിന്തയില്ല. പിന്നെ നിർമ്മല ചിത്തവൃത്തി നിസ്തുല ഭക്തി ഭാര മഹേശ ബിംബം നിർമ്മമേ. അങ്ങനെ അവിടെ മണ്ണ് കൊണ്ട് മണ്ണ് തടുത്തുകൂട്ടി ശിവലിംഗം ഉണ്ടായി. ശിവലിംഗം പ്രതിഷ്ഠ മാത്രം നടത്തിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇങ്ങനെ പല ദിക്കിലും പലതും ഇട്ടുപോയിട്ടുള്ള പലതും അവിടെ ഇവിടെയൊക്കെ കിടക്കേണ്ട അതുപോലെ അയ്യാ മതിയോ? ഇതുപോലെ അർജുനന് ഒന്ന് അർച്ചിക്കാനായിട്ട് അർജുനന് സാധ്യമാവുന്നില്ല. ഒരു നല്ല പൂവ് എടുത്തു കൊണ്ടുവന്ന് പറിച്ചു കൊണ്ടുവന്ന് ആ ശിവലിംഗത്തിൽ ഒന്ന് ആരാധിക്കാൻ അർജുനനെ കൊണ്ട് പറ്റില്ല. എത്ര ആരാധിച്ചിട്ടുള്ളവരാണ്.
ഭക്തിയുള്ളതും കൂടി കൊടുക്കുമ്പോൾ അതാണാവുക. എന്താ വേണ്ടെന്ന് ശരിയറിയണ്ടായി. എന്തായാലും ചടങ്ങിയൊരു ഡിഗ്രിക്ക് എത്തിക്കണമല്ലോ. പിന്നെ ആ അർജുനൻ അവിടെ എന്ത് ചെയ്തു? അവിടുന്ന് കയ്യെ നീട്ട് പോയിട്ട് പറക്കിയെടുക്കാൻ പറ്റില്ല. അവിടെ കിടന്ന് തല ഉയർത്താൻ പറ്റണില്ല. കൈ കൊണ്ട് തപ്പി 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 എന്തോ കയ്യിൽ തടഞ്ഞു. കയ്യിൽ തടഞ്ഞ അത് നോക്കിയപ്പോൾ ഒരു വാടി പോവാ. എത്ര പുഷ്പം, നല്ല നല്ല പുഷ്പങ്ങളെ കൊണ്ട് ഭഗവാനെ ഹർഷിച്ചിട്ടുള്ളതാണ്. ഇന്ന് ഈ മഹാഭാവിക്ക് ഈ അർജുനനെ ഇതുകൊണ്ടല്ലേ അവിടുത്തെ ആരാധിക്കാൻ പറ്റുള്ളൂ. ചന്ദ്രകലാധര അവതീരമാണ്, അവിടുന്ന് സ്വീകരിക്കണേ. ഭക്തിയോട് കൂടിയിട്ട് അത് ആരാധിക്കുക. പിന്നെ കൈകൊണ്ട് തപ്പി നോക്കുക. തപ്പി നോക്കുമ്പോൾ പിന്നെ ഒരു പഴുത്ത ഇലയെ കിട്ടിയത്, പിന്നെ ഒരു ചെറിയൊരു കോലിൻ്റെ കഷ്ണം കിട്ടിയത്. എന്തെന്ത് സാധനങ്ങളാണോ അർജുനൻ്റെ കയ്യിൽ കിട്ടുന്നത് ആ സാധനങ്ങളെ കൊണ്ടാണ് ഭക്തിയോട് കൂടിയിട്ട് ആ ശിവലിംഗത്തിൽ അർജുനൻ അർച്ചിക്കുന്നത്. കുറച്ചു നേരം കഴിയുമ്പോൾ അർജുനന് കഴുത്തൊന്ന് പൊക്കാം, ഇളക്കാനായി കഴുത്തൊന്ന് പൊക്കി ശിരസ് ഉയർത്തി നോക്കിയപ്പോഴോ പാതാളമൂർത്തി അവിടെ തന്നെ നിൽക്കുന്നു. അവൻ പോയിട്ടില്ല. മഹാഭാവി കാട്ടാളനാണ് അവിടെ നിൽക്കുന്നു. ഞാൻ ചത്തിട്ടില്ലെങ്കിൽ എന്നെ തല്ലി കൊല്ലാൻ വേണ്ടിയിട്ട് അവനതാ കാത്തവിടെ നിൽക്കുന്നല്ലോ. ഇന്നൊരു സാധനം കിട്ടിയതാ ശിവലിംഗത്തിലേക്ക് ആരാധിച്ചു. അത് നേരെ ചെന്ന് ഇവിടെ ചെന്ന് വീണത് ആ കാട്ടാളമൂർത്തിയുടെ ആ ചെമ്പൻ അതിൻ്റെ മോളെ ചെന്ന് വീണത്. നോക്കിയപ്പോഴോ പത്രം പുഷ്പമഹോലിംഗേ സർവം സമർപ്പിതം സർവം ദദാപശ്യൻ എന്തൊക്കെ സാധനങ്ങളാണോ ശിവലിംഗത്തിൽ ആരാധിച്ചത് അർച്ചിച്ചത് അത് മുഴുവൻ ആ കാട്ടാളമൂർത്തിയുടെ ആ ചെമ്പൻ തലയിൽ ഇങ്ങനെ അർജുനനെ കാണാൻ അവിടെയാണ് കണ്ടത്. അയ്യോ, എൻ്റെ ഭക്തിയും പിഴച്ചു, എൻ്റെ തപസ്സും പിഴച്ചു. എങ്ങനെയാ എൻ്റെ തപസ്സിൽ യാതൊരു രുചിയിലോ ഭഗവാനെ ഒരു നിർസാധിക്കണേ. പിന്നെ എന്താ ആരാധിച്ചാലും വിരോധമില്ല. കാട്ടാളമൂർത്തിയുടെ ശിരസിനെ ആ ചെന്ന് വീഴുന്നത്. കാലം നേരം കഴിഞ്ഞു നോക്കിയപ്പോഴോ കിരാതമൂർത്തി അപ്രത്യക്ഷമായിട്ട് ഭഗവാൻ പ്രത്യക്ഷ അവരല്ല ഇവിടെ ഉണ്ടായത്. പിന്നെയോ ചന്ദ്രകലാതിരിക്കുന്ന ആ ശൈവ ചിഹ്നങ്ങള് ആ കിരാതമൂർത്തിയില് അർജുനനെ അയ്യോ എന്തൊക്കെ അർജുനൻ കണ്ടത് എന്നാകെ അങ്ങനെ ഒതുകളാണ് ഈ കാട്ടാളത്തിൻ്റെ കയ്യിൽ കണ്ടിരുന്നല്ലോ. അവളായ ആ കാട്ടാളത്തി ഭഗവാന്റെ വാമഭാഗത്തായിട്ട് ആരുമില്ല. Siddha Kumbho Jaya
ലോകമാതാവായിരിക്കുന്ന ശ്രീപാർവതി മാത്രമല്ല ജയാതിജയാതിന്റെ പേരായിരിക്കുന്ന രണ്ട് സഖിമാര് ശാസ്താവ് സുബ്രഹ്മണ്യൻ ഭദ്രകാളി ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന പുത്രവൃദ്ധങ്ങള് തുടങ്ങിയിരിക്കുന്ന ഭൂതഗണങ്ങള് അതേപോലെ ഇന്ദ്രാദി ദേവന്മാര് അഷ്ടവസുക്കള് പല ദിവ്യയോനി വിശേഷങ്ങളെ ഇതിന്റെ മുമ്പില് പ്രത്യേകമായിട്ട് ഭഗവാൻ ഒരിച്ച് പ്രത്യേകമായിട്ട് അർജുന സാധാരണ അർജുന അപ്പോഴും മുമ്പിൽ എണീറ്റ് തൊഴാൻ പറ്റുന്നില്ല. ഭഗവാൻ സാമാന്യം പോലെ ഒന്ന് എണീറ്റ് തൊഴണം എന്നുള്ളത് അർജുനനുള്ളിൽ ആഗ്രഹമില്ലായിരിക്കില്ല. അർജുനന് അതിന് ശക്തിയില്ല. അവിടെ കിടന്നുകൊണ്ട് ആ ഭഗവാൻ എങ്ങനെ ചോദിച്ചു, നമസ്തേ സകലാധ്യക്ഷ നമസ്തേ സഭധ്വജ ഭഗവാനെ അതേപോലെ ലോകമാതാവ് ശ്രീ പാർവതിയെ ഭഗവാൻ അദ്ദേഹത്തിന് അറിയാം അർജുനനെ ഇരിക്കാൻ വയ്യ, അർജുനൻ അവശനാണ്, അർജുനൻ തൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നല്ല വിചാരിച്ചത്. ഹസ്ബൻ്റെ അടുത്തേക്ക് ഭഗവാൻ അവിടെ ചെന്നാ അർജുന അവിടെ കിടന്നില്ല അല്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യണ്ടേ? ഇവിടെ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ ഒന്നും എനിക്ക് യഥാർത്ഥീയേ ഭഗവാനെ, ഞാൻ 4 വിധത്തിലുള്ള അപരാധങ്ങൾ അങ്ങയോട് ചെയ്തിട്ടുണ്ട്. വാക്കുകൊണ്ട്, ശരം കൊണ്ട്, വില്ലുകൊണ്ട്, മുഷ്ടി കൊണ്ട്. ഈ അപരാധങ്ങൾ മുഴുവൻ ക്ഷമിച്ച് അടിയിൽ പ്രസാരിക്കണേ എന്ന് ഭഗവാൻ ഇവിടായിട്ട് അർജുനനെ രക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അർജുന, ഈ അപരാധമാണെന്ന് പറഞ്ഞതൊന്നും എനിക്ക് അപരാധമായിട്ടല്ല തോന്നിയത്. യഥാതൃതീയേന യുധി പ്രവീര തവ അപരാധേന ഭവാമി ഹൃഷ്ടാ. അർജുന, ഇതൊന്നും എനിക്ക് അപരാധമായിട്ടല്ല തോന്നുന്നത്. തൃതീയേന അപരാധേന അഹം ഹൃഷ്ടാ ഭവാമി. തൃതീയമായിരിക്കുന്ന വാക്ക്, ശരം, വില്ല്, മുഷ്ടി. ആ 3ാമത്തെ അപരാധമുണ്ടല്ലോ വില്ല്. ആ വില്ല് കൊണ്ടുള്ള അടി അർജുന, അതുപോലെ എനിക്ക് സന്തോഷമായിട്ടുള്ളത് എൻ്റെ അർച്ചന കൊണ്ടോ ഭക്തി കൊണ്ടോ തപസ് കൊണ്ടോ മറ്റൊന്നുകൊണ്ടുണ്ടായിട്ടില്ല. 3ാമത്തെ അപരാധം അടി, വില്ല് കൊണ്ടുള്ള അടി. എന്തൊരു സുഖാണ് അടികളെ കൊണ്ട്. മതി മതിയെന്ന് എനിക്കിത് പോരാ പോരാ പോരാ. എൻ്റെ ഇടയിലല്ലേ അർജുന എൻ്റെ കയ്യിൽ നിന്ന് വില്ല് നിർത്തപ്പെട്ടത്. ആ 3ാമത്തെ അപരാധമാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ആ അർജുനനെ ഭഗവാൻ എന്ത് ചെയ്തു? പ്രണതം പ്രഗൃഹ്യ ഭഗവാൻ ശ്രീഷ്യപാർത്ഥം സമന്ത്രമുപദിശ്യാത്രം ഭഗവാൻ പ്രണതം പ്രഗൃഹ്യ, പ്രണതനായിരിക്കുന്ന നമസ്കരിച്ച് കിടക്കുന്ന ആ ഭഗവോത്തമനായിരിക്കുന്ന അർജുനനെ ഭഗവാൻ 2 കൈകളെ കൊണ്ട് അർജുനനെ എണീപ്പിച്ചു. അവിടെ എണീപ്പിച്ചതിൻ്റെ ശേഷം എന്നെന്തായ ആശ്രയിഷ്യവാർത്ഥം ഭഗവാന്റെ തിരുമാറിടത്തിനോട് ചേർത്ത് വെച്ച് ഭക്തോത്തമനായിരിക്കുന്ന അർജുനനെ പിന്നെയും 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 ആലിംഗനം ചെയ്യുക.
എന്താ പഴയ മാറിൻ്റെ ഓർമ്മയുണ്ടല്ലോ, കരിമ്പാറപ്പുറം പോലെയുള്ള മാറ്, അതേപോലെ കരിമ്പന പോലെയുള്ള കൈകൾ, അതുകൊണ്ടുള്ളതാണ്. പക്ഷേ പിന്നെ വേണ്ട. പിന്നെ അതുപോലെ ആയിരുന്നു ഈ ഭഗവാന്റെ തിരുമാറിടവും അതേപോലെ തൃക്കരങ്ങളും. അല്ല, വളരെ മാർദ്ദവത്തോടു കൂടിയിരിക്കുന്ന മാറിടം, അതേപോലെ അതിമാർദ്ദവത്തോടു കൂടിയിരിക്കുന്ന ആ കയ്യെ, ആ ഇരു കൈകളെ കൊണ്ട് ആ അർജുനനെ മാറോട് ചേർത്ത് തന്നെ പിടിച്ച് അർജുന എന്ന് ചോദിച്ചില്ല. അർജുനന്റെ ആവശ്യം എന്താ? കൗരവന്മാരെ ജയിക്കാനായിട്ട്, ഗുരുക്കന്മാരെ ജയിക്കാനായിട്ട് പാശുപതം എന്ന പേരായിരിക്കുന്ന ഭഗവാന്റെ ആയുധങ്ങളോ അത് തരാൻ വേണ്ടി, ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ തടസ്സം. അത് ഭഗവാനെ ചോദിക്കാതെ തന്നെ അറിയാലോ. ഭഗവാൻ പറഞ്ഞു, അർജുന, എൻ്റെ ആവശ്യം ഇന്നതാണ്, ആഗ്രഹം എന്നുള്ളത് എനിക്കറിയാം. നീ വിചാരിക്കുന്നത് പോലെ എല്ലാത്തിനും ശക്തിയുള്ളൂ. ഗുരുക്കന്മാരെ ജയിക്കാനോ അല്ലെങ്കിൽ ലോകത്തിനെ ജയിക്കാനോ മാത്രം പര്യാപ്തമായിട്ടുള്ളതല്ല ഈ പാശുപതാസ്ത്രം. ഭീഷ്മദ്രോണാദികളെ ആയിരിക്കുന്ന ഗുരുക്കന്മാരെ മാത്രം ജയിക്കാൻ പര്യാപ്തമായിട്ടുള്ളതല്ല ഈ ആയുധം പാശുപതം. പിന്നെയോ ത്രിലോകികളെ പോലും, ത്രൈലോക്യവാസികളെ മുഴുവൻ ജയിക്കാൻ സമർത്ഥമായിട്ടുള്ളതാണ് ഈ പാശുപതം. ഗുരുക്കന്മാരെ മാത്രാക്കണ്ട, കൗരവന്മാരെ മാത്രാക്കണ്ട, ലോകം മുഴുവൻ ജയിക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ് ഞാൻ തരുന്ന ഈ പാശുപതാസ്ത്രം എന്ന് പറഞ്ഞ് ആ പാശുപതാസ്ത്രത്തിനെ സമന്ത്രമാകും വണ്ണം അർജുനോട് ഉപദേശിച്ചു. എന്താ ഈ സമന്ത്രം? വല്ല മന്ത്രവും തോന്നുന്ന സമയത്ത് ഞാൻ ചെയ്ത മഹാഭാവം ഞാൻ ചെയ്യണുള്ളൂ, അതിങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കഴിയണം. അല്ലാതെ ഇതാണ് ചില ഗുണദോഷമില്ലാതെ ചെയ്തിട്ടുള്ള ആളുകൾ ഓരോന്നിനും വന്നാൽ ഇതൊക്കെ സമയവും സന്ദർഭവും അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അതിന് പറ്റിയിട്ടുള്ള ആളുകളെ വേണം ഈ തരത്തിലുള്ള സങ്കേതങ്ങളിലേക്ക് കൊണ്ടുവരാൻ. ഇവിടെ വേറെ എൻ്റെ ആളാണോ മറ്റവൻ്റെ ആളാണോ നല്ല നോക്കിയിട്ട് ആളുകൾ ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇതേപോലെയൊക്കെ അനുഭവിക്കേണ്ടി വരും ഇവിടെ വരണ ആളുകൾക്ക്. അപ്പോൾ അതല്ല, ഇത് ത്രൈലോക്യങ്ങൾ. സമന്ത്രം എന്ന് പറഞ്ഞാലോ മന്ത്രം ഏതായുധങ്ങളെ, ആഗ്നേയാസ്ത്ര ആയാലും വിരോധമില്ല, പ്രസ്വാപനാസ്ത്ര ആയാലും വിരോധമില്ല, ഇതേപോലെ ശബ്ദം ഉണ്ടാക്കുന്ന ആയുധമായാലും വിരോധമില്ല. ഇതൊക്കെ ആയുധത്തിൻ്റെ കഴിവല്ല. പിന്നെയോ അതിലുപയോഗിക്കണം മന്ത്രം. ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടാണ് പാശുപതാസ്ത്രമായിട്ടും വാരുണാസ്ത്രമായിട്ടും പിപീലികാസ്ത്രമായിട്ടും പ്രസ്വാപനാസ്ത്രമായിട്ടും എല്ലാം മാറുന്നത് മന്ത്രം. മന്ത്രത്തിന് ശക്തി ഇല്ലാതെ നിരീക്കണ്ട കേട്ടോ. മന്ത്രത്തിനാണ് ശക്തി. അതില്ലാതിരിച്ച് നിരീശ്വരവാദപരമായിട്ടുള്ള പെരുമാറ്റം ഇവിടെ വരുന്ന ആളുകൾക്കൊന്നും ഒന്നല്ല. ഈശ്വരനെ ഭക്തിയോടുകൂടി ആരാധിക്കാനും അതിന് കിട്ടിയിട്ടുള്ള സന്ദർഭം വേണ്ടതുപോലെ ഉപയോഗിക്കാനും ആണ് ഈ സമയത്ത് ഓരോരുത്തരും. ഭക്തന്മാരെ ഉപദ്രവിക്കലല്ല വേണ്ടത്, ഭക്തജനങ്ങളെ ക്ലേശിപ്പിക്കലല്ല വേണ്ടത്. അവർ ശല്യപ്പെടുത്തിക്കൊണ്ട് പല അപശബ്ദങ്ങളും പുറപ്പെടുവിച്ച് അവരുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്താനായിട്ട് അതിനുള്ളതുണ്ടാവാൻ പാടില്ല. ആ സമയത്ത് ഇതൊന്നും ഒന്നല്ല. പിന്നെ അപ്പോൾ ഈ മന്ത്രം അത് ഭക്തിയോട് കൂടിയിട്ട് അത് വളരെ തൃപ്തനായിട്ട് വേണം ഈ മന്ത്രത്തിനെ അതിലേക്ക് ഉപയോഗിക്കാൻ. അല്ലെങ്കിലോ ഇതെന്താ സാധനം? ഇത് വാരുണാസ്ത്ര, ഇത് പ്രസ്വാപനാസ്ത്രം, ഇതോ ആഗ്നേയാസ്ത്രം. ഓരോന്നിനും ഓരോ കെട്ടും കൊണ്ട് നടക്കേണ്ടി വരും. മറ്റത് ആയുധം ഒന്നാം.
ആയുധം വന്ന പ്രസ്താവനാസ്ത്രമായിട്ടും പിപീലികാസ്ത്രമായിട്ടും വാരുണാസ്ത്രമായിട്ടും വായവ്യാസ്ത്രമായിട്ടും ഏതസ്ത്രമായിട്ടും പ്രയോഗിക്കുന്നത് അതിൽ ഉപയോഗിക്കുന്ന മന്ത്രത്തിന്റെ വൈവിധ്യം കൊണ്ടാണ് അത് വിവിധങ്ങളായിരിക്കുന്ന ആയുധങ്ങളായിട്ട് മാറുന്നത്. അപ്പോ ആയുധം ഒന്നേ ഉള്ളൂ, ആ മന്ത്ര. അപ്പൊ മന്ത്രമല്ലേ ഉപദേശിച്ചത്? പിന്നെ എന്തിനാ സമന്ത്രമുപദിശ്യ, മന്ത്രപൂർവം മന്ത്രത്തോടു കൂടിയിട്ട് ഉപദേശിച്ചു എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, പ്രതിസംഹരിക്കാനുള്ള മന്ത്രം. എന്തായുധം പ്രയോഗിച്ചാലും ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞാൽ, ആവശ്യം നിറവേറിക്കഴിഞ്ഞാൽ അതിനെ മടക്കിയെടുക്കാൻ കഴിയണം, അതിനെ നിർവീര്യമാക്കണം, അല്ലെങ്കിലോ അത് ലോകോപദ്രവത്തിന് കാരണമാവും. ഇന്ന് പല പല ദിവ്യായുധങ്ങളുണ്ട്, പഴയ പോലെയല്ല. അതിനേക്കാൾ എത്രയോ തീക്ഷണങ്ങളായിട്ടുള്ള ലോകം മുഴുവൻ നശിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള ആയുധങ്ങളുണ്ട്. പക്ഷേ അത് പ്രയോഗിച്ചാൽ അതിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കാനായിട്ടുള്ള മറിമരുന്ന്, അതാണ് ആദ്യം കാണുന്നത്. എന്തൊരു സാധനം ഉണ്ടാക്കുമ്പോഴും ആവശ്യം കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനുള്ള ആദ്യം കണ്ടുപിടിച്ചിട്ട് വേണം പുതിയൊരു സാധനത്തിനെ നിർമ്മിക്കാൻ. ഇന്ന് പല സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മുഴുവൻ ജനങ്ങൾക്കും ലോകത്തിനും പ്രകൃതിക്കും എല്ലാവർക്കും വിരോധമായിട്ടുള്ളതാണ്. ആവശ്യം കഴിഞ്ഞാൽ നശിപ്പിക്കണ്ടേ? നശിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ മാർഗമുണ്ടോ? ഇനി മാർഗം ഉണ്ടെങ്കിൽ തന്നെ അവർ വന്നാൽ അത് കുഴപ്പമില്ല, പണം കൊടുക്കണ്ടേ, അവനവൻ്റെ കൂടെ ഇട്ടണ്ട് കത്തിക്കാം. അത് ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇതിനെ ആദ്യം വേണ്ടത് അതിനെ നിർവീര്യമാക്കാനായിട്ടുള്ള മന്ത്രമാണ് അർജുനൻ ഉപദേശിച്ചത്. അതാണ് പാശുപതം സമന്ത്രമുപദിശ്യ, പ്രതിസംഹരിക്കാനായിട്ടുള്ള മന്ത്രത്തോടുകൂടി അർജുനന് പാശുപതാസ്ത്രത്തിനെ ആ ലോകനായകനായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ ഉപദേശിച്ചു. അതും കൊടുത്തു. അത് കഴിഞ്ഞാൽ ഒന്നും കൂടി അനുഗ്രഹിച്ചു. അർജുനൻ ഭഗവാനെ നമസ്കരിച്ചു, തൊഴുതു. ആ മന്ത്രം നഷ്ടപ്പെട്ട് കൊടുത്ത ആയുധങ്ങൾ മുഴുവൻ മേടിച്ചു, മന്ത്രം സ്വീകരിച്ചു. ഒന്നുകൂടി ഭഗവാനെ തൊഴുതു, കണ്ണടച്ച് പ്രാർത്ഥിച്ച് തൊഴുതു. കണ്ണ് മേടിച്ച് നോക്കിയ പറയോ അർജുനൻ കണ്ണ് മേടിച്ച് നോക്കിയപ്പോ അദ്ദേഹത്തിനെ അവിടെ കാണാനില്ല. ഭഗവാനെ കാണാനില്ലോ. ഭഗവാൻ മാത്രമല്ല, പരിവാരങ്ങളോ ഒന്നിനെ കാണാനില്ല. ശൈവമയമായിരിക്കുന്ന അത് മുഴുവൻ പ്രത്യക്ഷമായി കണ്ടത് മുഴുവൻ അപ്രത്യക്ഷമായി കാണാനില്ലാണ്ടായി. എവിടേക്കാ പോയത്? ഭഗവാൻ എവിടേക്കാ പോയി? ഭഗവാൻ എവിടെ നിന്നാ വന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാൻ തെക്ക് ഭാഗത്തു നിന്ന് വന്നൂന്നോ മുകളിൽ നിന്ന് വന്നൂന്നോ അടിയിൽ നിന്ന് പൊന്തി വന്നൂന്നോ പറഞ്ഞില്ല. എവിടുന്നാണോ വന്നത് അവിടേക്ക് ഭഗവാൻ അപ്രത്യക്ഷ അവർ വരും. തിരാവം ഭഗവാനെ വേണ്ടതുപോലെ സ്മരിക്കുക, അദ്ദേഹത്തിനെ ധ്യാനിക്കുക, അദ്ദേഹത്തിനെ ഭജിക്കുക. ഏത് കാര്യം അനായാസായിട്ട് വളരെ അതിൻ്റെ എന്താ ഈ വിനാളം കൊണ്ട് ലക്ഷ്യമാകുന്നത്? അഹങ്കാരത്തോടു കൂടിയിട്ട് ആരും ഭഗവാനെ ഭജിക്കരുത്. അഹങ്കാരം എഴുതണോ? അഹങ്കാരത്തോടു കൂടിയിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിയാൽ അഹങ്കാരത്തിനെ നശിപ്പിച്ചതിൻ്റെ ശേഷമേ ഭഗവാൻ ചെയ്യുള്ളൂ. അതാണ് ലോകത്തിന് വിരാഗം കൊണ്ട് ഭഗവാൻ മനസ്സിലാക്കിക്കോ. ആരും ലോകത്തിൽ അഹങ്കാരികളാവരുത്, അഹങ്കാരം ഇല്ലാതെ കൊണ്ട് വേണം ഭരിക്കാൻ എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വിരാഗ രൂപം സ്വീകരിച്ച് അർജുനന് വരം കൊടുത്തത്. ഇങ്ങനെ ഭഗവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ അർജുനന്റെ കിരാത രൂപത്തെ സ്വീകരിച്ച് അർജുനന്റെ മുമ്പിൽ പ്രത്യക്ഷമായി അർജുനന്റെ ഗർവിനെ നശിപ്പിച്ച് അർജുനന് അഭീഷ്ടമായിരിക്കുന്ന